ന്യായാധിപന്മാർ 15-ാം അധ്യായം. ബാരയ്ക്കുമോൻ. കുറെ കാലം കഴിഞ്ഞിട്ടു ഗോതമ്പ് കൊയ്ത്തുകാലത്തു ശിംശോൻ ഒരു കോലാട്ടിൻകുട്ടിയെയും കൊണ്ടു തൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശയനഗൃഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ കടപ്പാൻ സമ്മതിക്കാതെ, നിനക്കു അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടു അവളെ നിന്റെ തോഴനു കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനു ശിംശോൻ, ഫിലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ചു, വാലോട് വാൽ ചേർന്നു, പന്തമെടുത്തു, ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി, പന്തത്തിന് തീ കൊളുത്തി ഫിലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടവും എല്ലാം ചുട്ടുകളഞ്ഞു. അതോ ചെയ്തതോ ആരെന്ന് ഫിലിസ്ത്യർ അന്വേഷിച്ചാറേ, തിമ്നക്കാരൻ്റെ മരുമകൻ ശിംശോൻ അവൻ്റെ ഭാര്യയെ അവനെടുത്തു തോഴന് കൊടുത്തു കളഞ്ഞു എന്നോ അവർക്കു അറിവ് കിട്ടി. ഫിലിസ്ത്യർ ചെന്നു അവളെയും അവളുടെ അപ്പനെയും തീയിട്ട് ചുട്ടുകളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവരെ കഠിനമാക്കി അടിച്ചു തുടയും നടുവും തകർത്തു കളഞ്ഞു. പിന്നെ അവൻ ചെന്നു ഏതാറാം പാറയുടെ ഗഹൂര്യത്തിൽ പാർത്തു. എന്നാൽ ഫിലിസ്ത്യർ ചെന്നു യഹൂദയിൽ പാളയം ഇറങ്ങി ലേഹിയിൽ എല്ലാം പരന്നു. നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്തു എന്ന് യഹൂദ്യർ ചോദിച്ചു. ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോട് ചെയ്യേണ്ടതിനു അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്നു 3000 പേർ ഏതാറാം പാറയുടെ ഗഹൂര്യത്തിങ്കൽ ചെന്നു ശിംശോനോട്, ഫിലിസ്ത്യർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് എത്തിച്ചതു എന്തു എന്ന് ചോദിച്ചു. അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്നു അവൻ അവരോട് പറഞ്ഞു. അവർ അവനോട്, ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനു നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്നു എന്നോട് സത്യം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചുകെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ടു അവനെ കെട്ടി പാറയിൽ നിന്നു കൊണ്ടുപോയി. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ അവനെ കണ്ടിട്ടു ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ടു കരിച്ച ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്നു ദ്രവിച്ചു പോയി. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലു കണ്ടു കൈ നീട്ടിയെടുത്തു, അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ലുകൊണ്ടു കൊന്നു 2 കഴുതയുടെ താടിയെല്ലുകൊണ്ടു 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടു അവൻ താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്ത് രാഹമത്ത് ലേവി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. അപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ചു അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴേണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു ജീവിച്ചു. അതുകൊണ്ടു അതിനു എൻഹാക്കാരെ എന്ന് പേരായി. അത് ഇന്നുവരെയും ലേഹിയിലുണ്ട്. അവൻ ഫിലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിനു 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ഭൂമി സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരയ്ക്കുമോ.